നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ദീപാവലിയുടെ ആരവം ആകാശത്തോളം ഉയർത്തുന്ന തിരുവനന്തപുരത്തിന്റെ സ്വന്തം ശിവകാശി എന്നു പേരുള്ള നന്ദിയോട് ഗ്രാമത്തിലൂടെയാണ്. കണ്ണത്ത ദൂരത്തോളം ഏകദേശം 5.5 കിലോമീറ്റർ ദൂരത്തിൽ വർണ്ണങ്ങളുടെ ഒരു വിസ്മയലോകം റോഡിന്റെ ഇരുവശത്തും നമ്മെ കാത്തിരിക്കുന്നു. 500-ലധികം ലൈസൻസികളാണ് ഇവിടെ തങ്ങളുടെ കൈപ്പുണ്യം കൊണ്ട് പടക്കങ്ങൾ നിർമ്മിക്കുന്നത്. പാരമ്പര്യത്തിന് തിളക്കമുള്ള ഓലപ്പടക്കങ്ങൾ മുതൽ ആധുനികതയുടെ വർണ്ണങ്ങൾ വിതറുന്ന കമ്പിത്തിരികൾ വരെ ഇവിടെ റെഡിയാണ്. ഓരോ ഉൽപ്പന്നത്തിലും തലമുറകളായി കൈമാറി വന്ന ഒരു കരവിരുതിന്റെ സ്പർശമുണ്ട്. നോക്കൂ, സന്ധ്യ ഇരുട്ടിലേക്ക് വഴിമാറിയിട്ടും ഇവിടത്തെ തിരക്കിടെ ഒരു കുറവുമില്ല. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ തുടങ്ങുന്ന ഈ കച്ചവടത്തിന്റെ ആരവം അർദ്ധരാത്രി വരെ നീളുകയാണ്. ആഘോഷങ്ങളുടെ വെളിച്ചം സ്വന്തമാക്കാൻ ആളുകൾ കൂട്ടമായി ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. എന്നാൽ ഈ വർണ്ണപ്പൊലിമയ്ക്കിടയിലും ഈ മുഖങ്ങളിൽ ഒരു നേരിയ മങ്ങൽ കാണാം. പ്രകൃതിയുടെ ഒരു കളി. ഇത്തവണത്തെ ഇടവിട്ടുള്ള കനത്ത മഴ ഇവിടത്തെ കച്ചവടത്തെ കാര്യമായി ബാധിച്ചു കഴിഞ്ഞു. ഇവിടെ എത്രമാത്രം ആൾക്കാരാണ് വരുന്നത് ഈ ദീപാവലി പടക്കം എടുക്കാൻ? 1000 ഒന്നും അല്ല, കൂടുതൽ വരും. 10,000-10,000 ആൾക്കാരുണ്ട്. ഈ ഇവിടുത്തെ ദീപാവലിയുടെ പടക്കം കൂടുതൽ ഇവിടെ മാനുഫാക്ചറിങ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇവിടെ ഉണ്ടാക്കുന്നതിനാണ് പുറത്തുനിന്ന് വരുന്നുണ്ട്. ഇതൊരു ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് നമുക്ക് ആൾക്കാർ പുറത്തുനിന്ന് അന്വേഷിച്ച് വരുന്നത് നാടൻ പടക്കങ്ങൾ ടെൻഷനാണ്. ഇപ്പോഴത്തെ ഹരിതചട്ടങ്ങളൊക്കെ പാലിച്ചു കൊണ്ടുള്ള ഒരു പടക്കം തന്നെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അല്ലെ, നിങ്ങൾ കൂടുതൽ ഹോൾസെയിലാണോ റീറ്റെയിൽ ആയിട്ടാണ്? എങ്ങനെയാണ്? ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഒരുപാട് സിറ്റിക്കകത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ജില്ലയിൽ നിന്നൊക്കെ വരാറുണ്ട്. ആൾക്കാർ വരുന്നുണ്ട്. ദീപാവലിക്ക് നമുക്ക് നോർമലി പുതിയ പടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി കൊച്ചു പിള്ളേർക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ് കൂടുതലുള്ളത്. അത് നിങ്ങൾ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഗതയുണ്ട്, ഗണ്ണുണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ്. ഗിത്താറുണ്ട്, ഒരുപാട് വെറൈറ്റി ഐറ്റംസ്. പൂക്കുറ്റികൾ ഇവിടെ നിന്ന് ഹോൾസെയിൽ റേറ്റ് വാങ്ങിക്കൊണ്ട് പോകുന്ന സാധനം സിറ്റിയിൽ എത്തുമ്പോൾ അതിന്റെ മാർജിൻ 2 ഇരട്ടിയോളം. ഈ പറയും പോലെ കോന്നിയിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നും പന്തളത്തു നിന്നും ആൾക്കാർ വണ്ടി വിളിച്ച് വരുന്നുണ്ട്, ട്രാവലർ വിളിച്ച് വരുന്നുണ്ട് സാധനം വാങ്ങിക്കുന്നതിന് വേണ്ടി. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഇവിടെ നിൽക്കാൻ പറ്റുമോ? കഴിഞ്ഞ 4 ദിവസം മുമ്പ് തന്നെ കടയ്ക്ക് പുറത്തായിരുന്നു തിരക്ക്. അത് ശരി. ഇപ്പം മഴ ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു മാറ്റം പൊതുവെ എല്ലായിടത്തും ഉണ്ട്. എങ്ങനെയുണ്ട് പടക്കം? നിങ്ങൾ സ്ഥിരമായിട്ട് വരുന്നതാണോ? എല്ലാ ദിവസവും വരുന്നതാണ്. പടക്കത്തിനൊക്കെ അത്ര ക്വാളിറ്റി ഉണ്ട്. ഗിത്താറാണ് മക്കളെ, പടക്കം ഗിത്താറാണ്. ഉണ്ടോ? ഇവിടെയാണ് കത്തിക്കുന്നത്. ഇതൊരു പുതിയ സാധനം, ഗത. എങ്ങനെ കൊള്ളാല്ലേ? ഇത് നമ്മൾ ഇവിടെ കത്തിക്കും. ഇവിടെ കത്തിച്ചിട്ട് അങ്ങനെ പിടിച്ചു നടക്കാം. ബാഹുബലി നന്ദിയോട് വന്നപ്പോ ഞാൻ ബാഹുബലി ആവാൻ പോവുകയാണ്. കേട്ടോ? കൊള്ളാം, സാധനം കൊള്ളാം. എന്തായാലും ഒരു യോദ്ധാവിനുള്ള എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. ഈ ദീപാവലി മിക്കവാറും പൊളിക്കാമല്ലോ നമുക്കിവിടെ. എങ്ങനെയുണ്ട് നമ്മുടെ ശിവ ഫയർവർക്സിലെ പടക്കങ്ങളും കാര്യങ്ങളൊക്കെ? ഞങ്ങളായിട്ട് ഒരു 5 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ വരുവാണ്. ഞങ്ങൾ വേറെ ഇവിടെ പൂണേക്കാളും ലാഭത്തിലാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെയാണ് വരുന്നത്. പടക്കങ്ങളെല്ലാം 100% ഗ്യാരണ്ടിയാണ്. എവിടെയാണ് വരുന്നത്? ട്രിവാൻഡ്രത്ത് എവിടെയാണ്? മണക്കാട്ട് നിന്ന് വരുന്നതാണ്. മണക്കാട്ട് നിന്ന് വരുന്നതാണ് കേട്ടോ. ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ടോ? അറിഞ്ഞു വന്നതാണ്. നന്ദിയോടത്തെ പടക്കത്തിന്റെ ക്വാളിറ്റി അറിഞ്ഞു വന്നതാണല്ലേ? അത് കണ്ടപ്പോ എങ്ങനെ ഇവിടെ ഒരുപാട് ദൂരം കയറി വന്നില്ലേ നിങ്ങള്? അത് എവിടെ നിന്ന് വാങ്ങണത് കൺഫ്യൂഷൻ ആണ് കുറച്ച്. അതാണ്, ആ കൺഫ്യൂഷനിൽ നിൽക്കുകയാണല്ലേ? മോന്റെ പേരെന്താണ്? നല്ല ഗതയുണ്ട്, മഴുവുണ്ട്, ഗിറ്റാറുണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. എല്ലാം വാങ്ങിക്കാൻ തന്നെ ഇത് ഉറപ്പായിട്ട് തന്നെ വന്നേ. വാങ്ങിക്കുമല്ലേ? ഇനി അപ്പുറത്തൊക്കെ വേറെ വെറൈറ്റി ഉണ്ട്. എവിടെയൊക്കെ കയറണ്ടേ? എന്തായാലും അച്ഛന്റെ കാശ് ഈശ കാലിയാക്കും. ഉറപ്പാണോ? നന്ദിയോട് തോട്ടുമുക്ക് ആലമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് കാർത്തിക ഫയർ വർക്സിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല വെറൈറ്റി സാധനങ്ങൾ ഒരുപാടുണ്ട്. വെറൈറ്റി ഒരുപാട് ക്രിക്കറ്റും ബോളുമാണ്. ക്രിക്കറ്റ് ബാറ്റും ബോളും ആണ് കേട്ടോ. ഈ ബാറ്റും ബോളും എങ്ങനെ അടിച്ച് പൊട്ടിക്കണം നമുക്ക് ചേട്ടൻ ചോദിക്കാം. ചേട്ടാ, ഇതെങ്ങനെയാണ് ഇതിനകത്ത് ഈ കമ്പിത്തിരി വെച്ചിട്ട് ഇവിടെ കണ്ടോ, ഇവിടെ സൈഡിൽ കത്തിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഈ ബാറ്റ് നമുക്ക് കൈവശം ഒന്ന് കത്തിക്കാം. കത്തിക്കുമ്പോഴത്തേക്ക് ഇത് വർക്ക് ചെയ്യും. ബോളിലും അതേപോലെ തന്നെയാണല്ലേ? ബോളിൽ ഒരു തിരി ഉണ്ടല്ലോ. ബോളിൽ തിരിയുണ്ട്. ഇത് കോടാലിയാണ്. ഇവിടുത്തെ ഒരു ഇത് ഇളക്കിയിട്ട് ബോളിലുള്ള വെച്ച് കഴിഞ്ഞാൽ പൂക്കുറ്റി പോലെ കത്തിപ്പോവും. ബാറ്റിന്റെ ഇവിടെ ഒരെണ്ണമുണ്ട്. അതാണ് ക്രിക്കറ്റ് ബാറ്റും ബോളും. ഈ സാധനം അതാണ്. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് മഴു നമ്മള് മറ്റൊരു വേറൊരു കട കണ്ടപ്പെടുന്നത് മഴു. അത് വേറെ വെറൈറ്റി ആണ്. പിന്നെ വരുന്നത് അതെ, അത് ഈ സൈഡ്. പിന്നെ വാട്ടർ മെലോൺ ഉണ്ട്. ഇളക്കി വെളിയിൽ വെച്ചിട്ട് തണ്ണിമത്തിന് അതിലൊരു ഡിസൈൻ ഉണ്ട്. പിന്നെ ചുറ്റികലുണ്ട്, ഗ്യാസ്
ഗ്യാസ് പൂക്കുറ്റി എല്ലാം വെറൈറ്റി ആയിട്ടുള്ള സാധനം. ഗ്യാസ് പൂക്കുറ്റി ഉണ്ട്. പിന്നെ അതിന് പുറമെ ഇതാ അവിടെ വേറെ ഏറ്റവും നല്ലൊരു വേറൊരു വെറൈറ്റി സാധനമുണ്ട്. അതിരി ഓപ്പൺ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കാണാൻ ഭംഗിയായിരിക്കും. അതൊന്ന് കാണിച്ചു തരാം. മുരുകാ അതാ മുരുകാ വേൽ മുരുകാ ഉണ്ടോ. ഇത് ഹനുമാന്റെ ഗതയുണ്ട്, മഴുവുണ്ട്, ഗിറ്റാറുണ്ട്. ഹായ്, ഇതിൽ ഏതാ വേണ്ട മോളെ? ഇത് വെറൈറ്റികൾ ഒരുപാടുണ്ട്. കാലകേനുണ്ട്, കാലകേനുണ്ട്. ശ്രദ്ധിച്ച്, കാലകേനുണ്ട് കേട്ടോ. ഇത് ഇട്ടിന്റെ ഇവിടെ ഇളക്കുക, ഇളക്കിയിട്ട് വരുമ്പോൾ അതിനകത്ത് കമ്പിത്തിരി പിടിച്ചു കൊടുത്താൽ മതി. ഉണ്ടാവും, അടിപൊളിയായിട്ട് കത്തും. പെപ്സിയുടെ വേറൊരു മോഡലാണ് മോഡലാണ് മസ എന്ന് പറയുന്ന ഒരു സാധനമാണോ. എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ, ഞാനിവിടെ വന്നപ്പോഴേ ഞാനൊരു കഥയും കൂടി പറഞ്ഞുതരാം. വേറൊന്നുമല്ല, പണ്ട് മുരുക ഭഗവാനും താരകാസുരനും നമ്മളെ ഒരു യുദ്ധ കഥയുണ്ട്. ആ യുദ്ധത്തിന് പ്രതിനിധിക്കുന്ന ഒരു പടക്കത ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ താരകാസുരൻ ഇതാ നിപ്പുണ്ട്. താരകാസുരൻ ഇവിടെ ഉണ്ട്, മുരുകൻ ഇതാ ഇരിപ്പുണ്ട്. നിങ്ങളിപ്പോൾ ചെയ്യേണ്ട വേറെ ഒന്നുമില്ല, ആദ്യം മുരുകനെ കത്തിക്കുക, നല്ല താണ്ടവാടുക, ആടിക്കറങ്ങിയിട്ട് നേരെ വരിക, താരകാസുരന്റെ തലയിൽ നിന്ന് വെച്ചു കൊടുക്കുക. ഇതങ്ങ് കത്തിപ്പിടിക്കും. താരകാസുരന്റെ കാര്യം അതോക്കനി. അതായത് നോക്കിയേ, എന്താ അതിനൊരു ഭംഗി നോക്കിയ സാധനം അല്ലേ. 2016 ഈ പുറ്റിങ്ങൽ ദുരന്തം വന്നതിന് ശേഷം നമുക്ക് ഷെഡുകൾ തുറക്കാനോ ജോലികൾ ചെയ്യാനോ പറ്റാത്തൊരു സാഹചര്യത്തിൽ 6ഓളം മാസം നമുക്ക് അടച്ചിട്ടിരുന്നു. ആ സമയങ്ങളിലൊക്കെ ഈ തൊഴിലാളികളെല്ലാം പട്ടിണിയിലായിരുന്നു. അതിനു മുന്നേ അതിനുശേഷമാണ് നമുക്ക് ഈ കൊറോണ വരുന്നത്. കൊറോണ വന്നപ്പോഴും അതുപോലെ തന്നെ ഒരു 2-3 മാസത്തോളം ഷെഡ് അടച്ചിടുകയും തൊഴിലാളികൾക്ക് ജോലിയില്ലാതെ വിഷമിക്കുന്ന കാലഘട്ടം വന്നു. കൂലി കൊടുക്കുന്നത് ദീപാവലിക്കാണ് നമ്മൾ കണക്ക് നോക്കി കൊടുക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ അവർ സഹായിക്കും. ഓണം വരുമ്പോൾ കുറച്ച് പൈസ കൊടുക്കും. അല്ലാതെ എന്തെങ്കിലും അവർക്ക് കുട്ടികളുടെ പഠനത്തിനോ അല്ലെങ്കിൽ മറ്റ് ആശുപത്രി കേസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സഹായിക്കാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ ആവേശം, ആ തിരക്ക്, ആ കിലുക്കം അതൊന്നും ഇപ്പോൾ ഇവിടെ കാണാനില്ല. അപകട സാധ്യത നിറഞ്ഞ ഈ തൊഴിലിടങ്ങളിൽ സ്വന്തം ജീവൻ പണയം വെച്ച് നമ്മൾക്ക് വേണ്ടി വർമ്മങ്ങൾ മെനയുന്ന ഈ തൊഴിലാളികൾക്ക് ഈ സീസൺ ഒരു അതിജീവനത്തിന്റെ കാലം കൂടിയാണ്. മഴ മാറി ആകാശം തെളിയാൻ, വിപണി ഉണരാൻ അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നന്ദിയോടെ ആ പേരിന് ഇന്ന് വെളിച്ചത്തിന്റെ, ആഘോഷത്തിന്റെ നിറമാണ്. പക്ഷേ ആ വെളിച്ചത്തിന് പിന്നിൽ കരിഞ്ഞ ജീവിതങ്ങളുടെ കഥകളുണ്ട്. നമ്മൾ ഓരോരുത്തരും ഒരു ഉത്സവത്തിന്റെ ആവേശത്തിൽ ആ പടക്കക്കടയിലേക്ക് ചെല്ലുമ്പോൾ, അവിടത്തെ തിരക്കുകൾ കാണുമ്പോൾ ഒരു നിമിഷം കണ്ണടച്ചോർക്കണം. ആ വർണ്ണക്കാഴ്ചകൾക്ക് ജീവൻ നൽകാൻ, ജീവിതം വഴിമുട്ടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സ്വന്തം ജീവൻ പണയം വെച്ച് ഈ തീക്കളിക്കിറങ്ങുന്ന അമ്മമാരെ, സഹോദരിമാരെ. അവർക്ക് ഈ തൊഴിൽ ഒരു ആഘോഷമല്ല, അതിജീവനമാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ദുരിതത്തിലൂടെ അവർ ജീവിതം തള്ളി നീക്കുന്നു. ആ പടക്കങ്ങൾക്ക് രൂപം നൽകുന്ന ഓരോ വിരൽത്തുമ്പിലും ദാരിദ്ര്യത്തിന്റെ തണുപ്പുണ്ട്. എങ്കിലും നമ്മൾ ഓരോരുത്തരും അവിടേക്ക് ചെല്ലുമ്പോൾ, ഒരു പടക്കം വാങ്ങിക്കുമ്പോൾ അത് അവരുടെ കുടുംബത്തിന് ലഭിക്കുന്ന അന്നമാണ്. നന്ദിയോടുള്ള ആ പടക്കക്കടയിലേക്ക് പോകുമ്പോൾ വെറും ഒരു ഉപഭോക്താവായിട്ടല്ല, ഒരു സഹജീവി എന്ന നിലയിൽ അവരുടെ ജീവിതത്തിന് ഒരു താങ്ങായി മാറുക. ദൃശ്യം, നിങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ ഭാഷയിൽ.